നമസ്കാരം, ഞാൻ പ്രസീത റോജിൻ. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഡോണട്ട്സ് ആണ്. ഡോണട്ട്സ് ഞാനിവിടെ ഒരു ഡോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 2 കപ്പ് മൈദയിലേക്ക് അല്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് 3/4 കപ്പ് ചെറു ചൂട് പാലിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സാണ് നമ്മുടെ മൈദ ഒന്ന് കുഴയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എടുത്ത ഒരു ഡോയാണിത്. അത് 2 മണിക്കൂറെങ്കിലും മാക്സിമം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് പെട്ടെന്ന് ചിലപ്പം ഫെർമെൻറ്റേഷൻ ആകും. അന്നേരം നമുക്ക് ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മുടെ മാവ് ഡബിൾ ആയിട്ട് വരും. അപ്പോൾ മാവ് ഡബിൾ ആവുന്നത് വരെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമുക്ക് നമ്മുടെ ഡോണട്ട്സ് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്കിനി അടുത്തതായിട്ട് ആവശ്യമുള്ളത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലേ എടുക്കാവുള്ളൂ. വെളിച്ചെണ്ണ ഒന്നും ഇതുപോലെ ഡോണട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യരുത്. പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട്. അല്പം ബട്ടർ കയ്യിൽ തേച്ചിട്ട് ഇത് ഇങ്ങനെ ഉരുട്ടി ഒരു ഡോണട്ട്സിൻ്റെ ഷേപ്പാക്കി എടുക്കണം. പിന്നെ ലാസ്റ്റ് നമുക്ക് ഡോണട്ട്സിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ളതാണ് ഷുഗർ പൊടിച്ചത്. പഞ്ചസാര ഇതുപോലെ പൊടിച്ച് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ ചോക്ലേറ്റ് ഡോണട്ട്സിൽ ഡിപ്പ് ചെയ്യും സാധാരണ. ഇതിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി ഷുഗർ എടുത്തത്. ഷുഗർ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കയ്യിൽ അല്പം ബട്ടർ പുരട്ടി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മുടെ ഈ ഡോ എടുക്കാൻ. ഇത് നല്ല ബബ്ലി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ഒരുപാട് അങ്ങ് ഓവറായിട്ട് പ്രസ് ചെയ്ത് കുഴയ്ക്കണ്ട. ഇനി ചെറിയ ചെറിയ ബോളാക്കി എടുക്കുക. ബോളാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ബോളാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. എന്നിട്ട് ഇതുപോലെ ഓരോ ബോളും ചെറിയ ചെറിയ ബോളായിട്ട് എടുക്കുക. ഈ ഒരു വലിപ്പത്തിൽ എടുത്ത് മാറ്റി വയ്ക്കാം. കയ്യിൽ വീണ്ടും അല്പം ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിൽ നമുക്ക് എത്ര ആവശ്യം ഉണ്ടോ ഡോയിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് മാത്രം ഒന്ന് പ്രസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സാധാരണ എല്ലാവരും ചിലരൊക്കെ ഈ ബോൾ മൊത്തത്തിലൊരു ഒന്ന് പരത്തി എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ബോട്ടിലിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നോസിലാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഈ നോസിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ബട്ടറിലോ നെയ്യിലോ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. അന്നേരം ഒട്ടൽ പോലെ വരില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഡോയും ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ ഒരെണ്ണം നമ്മുടെ ഡോണട്ട്സ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി ഈ മാവെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ പാത്രത്തിൽ അല്പം ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് വെക്കണം. കാരണം ഇതിൽ ഒട്ടിപ്പിടിക്കും. കാരണം നമ്മുടെ മാവ് കുറച്ച് സ്റ്റിക്കിയാണ്. ഇതിലകത്തിൽ ആ ചെറിയ പീസ് നമുക്ക് എടുത്ത് ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. വീണ്ടും അതേപോലെ തന്നെ മാവ് ബട്ടർ വീണ്ടും പുരട്ടി കൊടുക്കുക.
എല്ലാം ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അതായത് നമുക്കത് എണ്ണയിലൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. ഇതിന് നമുക്ക് പെട്ടെന്നൊന്ന് പൊരിച്ചെടുക്കാം. ഇനി ഇതിനകത്തിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഡോണറ്റ്സ് ഒക്കെ തയ്യാറാക്കുമ്പം വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. എണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ. ഒരുവിധം ചൂടാവുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഒരുപാട് എണ്ണ ചൂടാവാൻ പാടില്ല. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ ഡോണറ്റ്സ് ഇതിലേക്ക് പൊരിച്ചെടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലോട്ടൊന്നും അധികം എണ്ണയൊന്നും തെറിച്ച് വീഴാതെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഒരുപാട് ഡോണറ്റ്സ് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് കണ്ട ഒരു സൈഡ് ഒന്ന് ആയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ ഡോണറ്റ്സ് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഒരേ ലെവലിൽ ഇട്ട് കൊടുത്തിട്ട് വെറുതെ നിൽക്കരുത്. ഇതുപോലെ എണ്ണ ഇതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ആക്കണേ. നമ്മുടെ ഡോണറ്റ് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഓരോന്നും എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. പിന്നെ ഡോണറ്റ്സിൽ ഒരു സീക്രട്ടും കൂടെ ഉണ്ട്. പുറത്ത് സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഡോണറ്റ്സിൻ്റെ ഡോ തയ്യാറാക്കുമ്പോൾ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഇനി നമ്മുടെ പഞ്ചസാര പൊടിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആഹാ എന്താ ഭംഗി നോക്കിയേ, സൂപ്പർ അല്ലേ? അപ്പം നമ്മുടെ ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ഡോണറ്റ്സ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.